വിശപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വികാരമാണ്. അത് നിങ്ങൾ തല്ലിക്കോളൂ, നിങ്ങൾ കൊന്നോളൂ, പക്ഷേ വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഇതേ പേരിൽ കവിതകളൊക്കെ ഉണ്ട് നമ്മുടെ മലയാളത്തിലും ഇതര ഭാഷകളിലൊക്കെ. തല്ലിടാം, കൊന്നിടാം, ഊഴും കടത്തിടാം, ആകില്ലാതൻ വയറിലെ തീ കെടുത്താൻ. പലസ്തീനിലൊക്കെ ആ കുട്ടികൾ പാടേണ്ട ഒരു കവിതയാണിത്. തല്ലിടാം, കൊന്നിടാം, ഊരും കടത്തിടാം, പക്ഷെ ആകില്ല എൻ വയറ്റിലെ തീ കെടുത്താൻ. നോമ്പുകാലത്തുണ്ടായിരുന്നു ഫലസ്തീനിലെ ഒരു ഉമ്മയുടെ കരള് പിളർക്കുന്ന ഒരു വീഡിയോ. ഒരിത്തിരി മുരിങ്ങ പോലത്തെ കുറെ മുരിങ്ങ പോലത്തെ ഇലകളുടെ ഒരു പിടി കയ്യിലിങ്ങനെ പിടിച്ചിട്ട് അവർ പറയാണ് ഇതാണെന്ന് നോമ്പ് തുറക്കാനുള്ളത്. പക്ഷേ അത്താഴത്തിന് മക്കൾക്ക് എന്താ കൊടുക്കുക എന്നുള്ളത് അറിയില്ല. സമ്പൂർണ്ണ ശൂന്യതയാണ് എൻ്റെ വീട്ടിൽ. അതുപോലും ഇല്ലാഞ്ഞിട്ട്, നേരാവണ്ണം വെള്ളം കുടിക്കാനില്ലാഞ്ഞിട്ട്. ഇപ്പൊ ഗസയിലൊക്കെ ബാർട്ടർ സംവിധാനമാണ് നിലനിൽക്കുന്നത് എന്നാണ്. പണ്ട് അങ്ങനെയായിരുന്നു. ഒരു ആഗോള രീതിയിലേക്ക് ചിന്തിച്ച് ഈ നാണയം എന്ന രീതിയിലേക്ക് മനുഷ്യൻ ചിന്തിച്ചു വരുന്നതിൻ്റെ മുമ്പ് സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറുന്ന ഒരു രീതിയായിരുന്നു. ഇന്ന് ഗസയിലൊക്കെ നിലനിൽക്കുന്നത് ആ രീതിയാണ്. ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം പരസ്യം ചെയ്യാണ്, എൻ്റെ കയ്യിൽ ഡയപ്പറുണ്ട്, ആരെങ്കിലും 1 കിലോ ഗോതമ്പ് മാവ് തരികയാണെങ്കിൽ ഞാനിത് നൽകിക്കോളാം എന്ന്. ഗസയിലെ ഏറ്റവും മൂല്യമുള്ള നാണയം ഗോതമ്പ് പൊടിയാണെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും മൂല്യമുള്ള നാണയം $200 അതിന് വില പറയുന്നത്. ബാങ്കുകളൊന്നും പൂട്ടിപ്പോയതുകൊണ്ട് അവിടെയുള്ള കാശ് ബാങ്കിലിട്ടവർക്ക് പോലും പിൻവലിക്കാൻ കഴിയുന്നില്ല എന്നാണ്. പിൻവലിക്കണമെങ്കിൽ അവർക്ക് ഏജന്റുമാരെ സമീപിക്കണം. 48% അവർ കമ്മീഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ചില ഏജന്റുമാർ. എന്ന് വെച്ചാൽ 100 രൂപ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ 52 രൂപയെ ആ ഉടമസ്ഥന് കിട്ടുള്ളൂ. ബാക്കിയുള്ള 48 കമ്മീഷനായി ഇടയ്ക്ക് ഇറങ്ങിപ്പോകും. 3-4 പെൺകുട്ടികളുള്ള ഒരു പിതാവിൻ്റെ കഥ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ 4 പെൺകുട്ടികൾക്കും ഭാര്യയ്ക്കും ഡയപ്പർ ആവശ്യമുണ്ട്. അവർക്ക് മെൻസസ് സമയത്ത് ഈ സാധനം ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷെ ഡയപ്പർ കൊണ്ട് വിശപ്പ് മാറില്ല എന്നുള്ളത് കണ്ട് ആ മനുഷ്യൻ, എൻ്റെ കയ്യിലൊരു പാക്ക് ഡയപ്പറുണ്ട്, 1 കിലോ ഗോതമ്പ് മാവ് തരികയാണെങ്കിൽ ഞാനത് വിൽക്കാം എന്ന് പരസ്യം ചെയ്തതിനെ കുറിച്ച് ലോകത്ത് മാനവിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരൊക്കെ വളരെ ദുഃഖത്തോടുകൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശപ്പെന്ന വികാരത്തെ സഹിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യമാണ്. അതുകൊണ്ടാണ് പാവപ്പെട്ടവനെ പരിചരിക്കാനും പരിഗണിക്കാനുമുള്ള ബോധത്തിലേക്ക് മനുഷ്യനെ ഉയർത്താൻ അള്ളാഹു കൃത്യമായ രീതിയിൽ നോമ്പ് സംവിധാനിക്കുന്നത്. നല്ല ഉഷാറിൽ ജീവിക്കുന്നവന് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്ന് പട്ടിണി കടന്നു നോക്കണം. അപ്പോഴേ അറിയുള്ളൂ പട്ടിണിയുടെ മൂല്യം എന്താണെന്ന്, ഭക്ഷണമില്ലാത്തവൻ്റെ വിഷമങ്ങളും വ്യഥകളും എന്താണെന്ന്. അത് മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന് വിശപ്പ് എന്ന പേരിൽ തന്നെ ഒരു കഥയുണ്ട്, ഒരു ചെറുകഥ. ആ കഥയുടെ പ്രമേയം, പനിച്ചു കിടക്കുന്ന മോനെ ഒരിത്തിരി കഞ്ഞിയുടെ വെള്ളം പോലും കൊടുക്കാൻ കഴിയാത്ത ചിരുത എന്ന് പറയുന്ന ഒരു സാധു ദരിദ്രവാസിയാകുന്ന ഗ്രാമീണ സ്ത്രീയുടെ വിശപ്പും വിലാപവും. അവരാ കഥ തുടങ്ങുന്നത് തന്നെ, ഇന്നേക്ക് 2 മോന്തി ഇരുട്ടിപ്പുലർന്നു, 2 മോന്തി രാത്രി ഇരുട്ടിപ്പുലർന്നു എന്ന് വെച്ചാൽ 3-ാം ദിവസത്തിലേക്ക് കടന്നു. വാട്ടിയ കയ്പ് കപ്പ മഞ്ഞളിട്ട് കൊടുത്തിട്ട് തൊണ്ട അനങ്ങിയിട്ടില്ല. പനിച്ചു കിടക്കുന്ന കുട്ടിക്ക് അവർക്ക് കൊടുക്കാനുള്ള ആകെ ഭക്ഷ്യപദാർത്ഥം വാട്ടിയ കയ്പ് കപ്പ. ഈ കപ്പ ഇങ്ങനെ ചെത്തിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട്, അപ്പോൾ നല്ല ഹാർഡാവും. പെട്ടെന്നൊന്നും ഈ ജീവികളുടെ ഈ എന്താണ് പറയുക, കുറിഞ്ചാത്തൻ ഉറക്കുത്തൻ പോലത്തെ ഒന്നും കുത്തുപറ്റാത്ത വിധം അത് കുറച്ച് ഹാർഡായി തീരും. ഈ സാധനം സൂക്ഷിച്ചു വെച്ചിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് അതുകൊണ്ട് വിഭവം ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മാനായ ശാലിയാത്തിയുടെ അൽ ഫത്താവൽ അസ്ഹരിയ എന്ന് പറയുന്ന ഫത്താവ ഗ്രന്ഥത്തിൽ കപ്പയ്ക്ക് സക്കാത്ത് കൊടുക്കണമെന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടക്കുന്നത്. കപ്പയ്ക്ക് സക്കാത്ത് വേണ്ടി വരും. സാധാരണഗതിയിൽ കപ്പയ്ക്ക് സക്കാത്തില്ല. പക്ഷെ ഒരു സീസണിൽ നമ്മുടെ നാട്ടിലെ മൊത്തം ഈ മുഖ്യ ഭക്ഷണ വിഭവമായിട്ട് കപ്പ മാറുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കപ്പയ്ക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരുമോ? മുഖ്യ ആഹാരമാണല്ലോ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇവർ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണങ്ങിയ കയ്പ് കപ്പ കൊടുത്തിട്ട് അവന്റെ ഇളം ഒന്ന് ഈ തൊണ്ടൊന്നും അനങ്ങണില്ല, ഇത്തിരി അതോടെ ഇറക്കുന്ന പോലും ഇല്ല എന്നാണ്.
ഇനി എന്ത് വേണം? ഈ കഞ്ഞിന്റെ വറ്റും വെള്ളവും തന്നെ ഇല്ലാണ്ട് അവന്റെ ബാക്കി ഉയർ നിലനിൽക്കില്ല എന്നാണ് ഗസയിൽ ഇതാ നടക്കുന്നത്. കഞ്ഞിയും കഞ്ഞിയുടെ വെള്ളവും ഇല്ലാതെ ബാക്കി ജീവൻ നിലനിൽക്കൂല. അങ്ങനെ പലരെയും ചിരുത ഈ ഇത്തിരി നെല്ല് തരുമെന്ന് ചോദിച്ച് സമീപിക്കുകയാണ്. എല്ലാവരും അവരെ ഓടിച്ചു വിടുന്നു. അവസാനം ഗോവിന്ദൻ എന്ന് പറയുന്ന വലിയ നെല്ല് അരി മുതലാളിയുടെ കടയുടെ മുന്നിൽ ഈ ലോഡിംഗ് സമയത്ത് വീണുപോയ കുറച്ച് നെല്ല് ധാന്യങ്ങൾ ഓരോന്നോരോന്നും നുള്ളിപ്പെറുക്കി ചിരുത എന്ന വൃദ്ധ തൻ്റെ മടിക്കുത്തിലിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗോവിന്ദ മുതലാളി വന്നിട്ട് ഓടിച്ചു വിടുന്നതാണ്. ആരാൻ്റെ ധാന്യം തന്നെ തിന്നണല്ലേ എന്ന് ചോദിച്ച്, ഇനിയും ഈ അന്യൻ്റെത് തന്നെ മോഹിക്കണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഓടിച്ചു വിടുകയാണ്. ആർക്കും ഒരു ഉപകാരമില്ലാതെ അവിടെ വീണ് കിടക്കുന്ന ആ നെല്ല് പെറുക്കിയിട്ടെങ്കിലും പനി പിടിച്ച് കിടക്കുന്ന മോനിത്തിരി കഞ്ഞിയുടെ വെള്ളം കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ചിരുതയെ അവിടുന്ന് ഓടിച്ചു വിടുക. ഈ കഥയുടെ പിൽക്കാലത്ത് ഈ മോൻ അഡ്വക്കറ്റ് ആകുന്നുണ്ട്. ഇത്തിരിയൊക്കെ സമ്പത്തും പത്രാസും ഒക്കെ വരുന്നുണ്ട്. ബഷീറിന്റെ തന്നെ ഭാഷയിൽ പത്രാസ് വരുന്നുണ്ട്. ആ സമയത്ത് മക്കൾക്ക് അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അയാൾ ആകെ പ്രകോപിതനാവൽ, ഒരു വറ്റോ രണ്ടു വറ്റോ മക്കള് പാത്രത്തിൽ നിന്ന് പുറത്ത് കളയുമ്പോഴാണ്. അപ്പൊ ഗോവിന്ദൻ മുതലാളിയെ പോലെ ആക്രോശിക്കുന്നതാണ്. പണ്ട് അമ്മ പനിച്ചു കിടക്കുന്ന സമയത്ത് കഞ്ഞിയുടെ വെള്ളം കൊടുക്കാൻ വേണ്ടിയെങ്കിലും ഇത്തിരി അരി കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഈ ഗോവിന്ദൻ മുതലാളിയുടെ കടയുടെ മുമ്പിൽ വീണുപോയ നെല്ല് പെറുക്കുമ്പോൾ അദ്ദേഹം ആക്രോശിച്ചോടിച്ചതുപോലെയുള്ളൊരു വികാരത്തിലേക്ക് ഈ മകനാകുന്ന വക്കീല് പിന്നീട് മാറുന്നതാണ്. വിശപ്പിന് എത്ര മനോഹരമായി അവതരിപ്പിച്ച ചെറുകഥ വേറുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ പട്ടിണി കൊടുകുത്തി വാണൊരു കാലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 1921 ശേഷം പ്രായപൂർത്തിയായ മനുഷ്യരെല്ലാവരും, പുരുഷന്മാരെല്ലാവരും കൊല ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ആൻഡമാൻ പോലെയുള്ള ഒരിക്കലും മനുഷ്യവാസം അന്ന് സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത നാടുകളിലേക്ക് കടത്തപ്പെട്ടു. സ്ത്രീകൾ മാത്രമായി തീർന്നു. ആ ഒരു സമയത്താണ് MP നാരായണ മേനോൻ മദ്രാസിലെ വൈസ്രോയ്ക്ക് കത്തെഴുതുന്നത് പോലും. ഞങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിം സ്ത്രീകൾ അവർക്ക് വിശപ്പാണെങ്കിലും പട്ടിണിയാണെങ്കിലും ആത്മാഭിമാനം സൂക്ഷിക്കുന്നവരാണ്. അവർ ജോലിക്ക് പോകുന്നല്ലാതെ ഒരിക്കലും അവർ ഈ യാചിക്കാൻ വരാറില്ല. പക്ഷേ മുഴുപ്പട്ടിണി സഹിക്ക വയ്യാതാണ് ഈ റംസാൻ കാലത്ത് നിങ്ങളുടെ മദിരാശിയിലൂടെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടക്കുന്നത്, എന്തെങ്കിലും ചില്ലിക്കാശ് ഒപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജന പാക്കേജ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് MP നാരായണ മേനോൻ കത്തെഴുതുന്നുണ്ട്. അന്ന് ഈ കൊലച്ചു നിൽക്കുന്ന വാഴയുടെ ഈ കൊല കൊണ്ടുപോകുന്നത് അപരാധമാണെന്നുള്ള ബോധത്തോടു കൂടെ തന്നെ മൂത്ത് നിൽക്കുന്ന വാഴയുടെ കൊല വെട്ടി നിലത്ത് വെച്ച് സുരക്ഷിതമായി വെച്ചിട്ട് അതിൻ്റെ ആ കാമ്പും അതിൻ്റെ ആ കല്ലയും, ആ എണ്ണിക്കാമ്പും അതിൻ്റെ ആ കല്ലയും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന രീതി പോലും ഉണ്ടായിരുന്നു. എന്തിനാ? വിശപ്പ് മാറണം, ഇതൊന്ന് ചൂടാക്കി കഴിച്ചിട്ടെങ്കിലും.